SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഭയങ്കര അഭിമാനം നൽകുന്ന കാര്യമായിരുന്നു. പിന്നീട് DYFIയിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ നാഡീ സ്പന്ദനമാണെന്നൊക്കെ പറയാമായിരുന്നു. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, കല്യാണം വന്നാൽ അല്ലെങ്കിൽ ഒരു മരണം വന്നാൽ ഇവരെപ്പോഴും മുൻനിരയിൽ നിൽക്കുമായിരുന്നു. ആ SFIയുടെ ഒരു ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഹിലാലിന് ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അതുപോലെ തന്നെ DYFI ഏത് തലത്തിലേക്ക് എത്തി എന്നാണ് നോക്കിക്കാണാൻ കഴിയുക? അതിനെ ഞാൻ ഈ SFIയിലും DYFIയിലും ചുരുക്കി കാണുന്നില്ല. ആ കാലഘട്ടം അത്തരം യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ, KSUക്കാർ, അതുപോലെ ഈ ABVPക്കാർ, RSSകാർ, ഇവരെല്ലാവരും അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നിഷ്കാമകർമ്മികളായ ഒരു തലമുറ അന്നുണ്ടായിരുന്നു. ആ തലമുറ അന്ന് രൂപപ്പെട്ടതൊന്നുമല്ല, പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാന കാലമാണ് നിങ്ങളീ പറയുന്ന കാലഘട്ടം. അന്ന് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ നിന്നാണ് ബഹുഭൂരിപക്ഷം യുവാക്കളും വിദ്യാർത്ഥികളും SFIയിലേക്കും DYFIയിലേക്കും വരുന്നത്. അതുകൊണ്ടാണ് ആ ക്വാളിറ്റി അന്ന് ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്, ആ സംഘടനകൾക്കുണ്ടായിരുന്നത്. അത് ആ സംഘടന പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല, അങ്ങനെ ഞാൻ പറയില്ല. അത് ധർമ്മബോധമുള്ള ഒരു തലമുറയുടെ അവസാന ഘട്ടമായിരുന്നു. ആ ഘട്ടം അവസാനിച്ചത് ലോകത്തിൻ്റെ ക്രമത്തിലുള്ള ഒരു ധർമ്മച്യുതിയുടെ ഒരു ഭാഗം കൂടിയാണെന്ന് ഞാൻ പറയും. പക്ഷേ കേരളത്തിൽ അതിനാക്കം കൂട്ടാൻ ഈ SFIക്കും DYFIക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് അവസാനിച്ചു പോയിട്ടില്ല, പക്ഷേ കേരളത്തിൽ ഏകദേശം അത് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് പാർട്ടിയിലും വളരെ അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആളുകളുള്ള ഒരു സംഘടന എന്ന നിലയിൽ, കൂടുതൽ ആളുകളുള്ളൊരു പാർട്ടി എന്ന നിലയിൽ CPMന് കൂടുതലായിട്ട് DYFIക്ക് SFIക്കൊക്കെ. DYFI ഇപ്പം ഇല്ല, അങ്ങനൊരു സംഘടന ഇല്ല, കടലാസിലേ ഉള്ളൂ. അവർ വല്ലപ്പോഴും എന്തെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ പണ്ടത്തെ പോലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ ഈ SFIക്കും DYFIക്കും തമ്മിൽ അന്നേ വലിയ വ്യത്യാസമുണ്ട്. DYFI പെട്ടെന്ന് അവസാനിച്ചു പോകാനുള്ള കാരണം അത് പാർട്ടിയുടെ പൂർണ്ണമായ കൺട്രോളിലായിരുന്നു. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ, DYFIയുടെ ഏരിയ സെക്രട്ടറിയെ, മേഖലാ സെക്രട്ടറിയെ, എല്ലാം ഈ ജില്ലാ സെക്രട്ടറിയെ, പ്രസിഡൻറ്റിനെ, എല്ലാവരെയും പാർട്ടി ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ച് നിയമിക്കുന്നതാണ്. സമ്മേളനം നടത്തി തിരഞ്ഞെടുക്കും, അതൊക്കെ പ്രഹസനാണ്. അത് പാർട്ടി നിർദ്ദേശിക്കുന്നവർക്കല്ലാതെ അതിൻ്റെ ഭാരവാഹികളാകാൻ പറ്റില്ല. SFIയും അങ്ങനെയൊക്കെ തന്നെ. SFIയുടെ ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ട് പാർട്ടിയുടെ. സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ഫ്രാക്ഷൻ കമ്മിറ്റി യോഗം കൂടി, അത് കൂടാതെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാവും. പാർട്ടി ഘടകത്തിലെ കുറേ മെമ്പർമാരും SFIയുടെ പാർട്ടി മെമ്പർമാരിലെ പ്രധാനപ്പെട്ട ആളുകളും ചേർന്നിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ഇവർ യോഗം ചേർന്നാണ് ഭാരവാഹികളെയൊക്കെ തീരുമാനിക്കുക. അത് SFIയിൽ DYFIയോളം ശക്തമല്ലായിരുന്നു ആ സംവിധാനം. കാരണം വെച്ചാൽ അത് ശക്തമാക്കിയാൽ ആ സംഘടനയ്ക്ക് അപജയം ഉണ്ടാവുമെന്ന് പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് കുറച്ച് അതിനകത്ത് പിടിയൊക്കെ വിട്ടുകൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ SFI DYFI ഒക്കെ CPMൻ്റെ സംഘടന അല്ല എന്നൊക്കെ അവർ പറയുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന് പറയും. അതായത് പാർട്ടിയാണെങ്കിൽ പിന്നെന്തിനാണ് ഇതൊക്കെ? എല്ലാ കോളേജിലും ഓരോ CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ SFI എന്തിനാ? അതുകൊണ്ട് അതല്ല. ഇപ്പോൾ EMS പറഞ്ഞു വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ EMS പറഞ്ഞു എല്ലാ കോളേജിലും സ്കൂളിലും പാർട്ടിയുടെ ഘടകം ഉണ്ടാക്കണം, പ്രവർത്തിക്കണം. രാഷ്ട്രീയം പഠിക്കാനുള്ളതാണ്, അത് പരിശീലിക്കാനുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നെങ്കിൽ അത് ക്യാമ്പസിനകത്ത് തന്നെ പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യപൂർവ്വം എന്ന് അദ്ദേഹം പറഞ്ഞാണ്. ഞാനതിനോട് യോജിക്കുന്ന ആളാണ് കേട്ടോ. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരോധിക്കേണ്ട സാധനമൊന്നുമല്ല. അതിലെ അപജയങ്ങളെ നിരോധിക്കണം.
അതിനിവിടെ നിയമപരമായ സംവിധാനമുണ്ട്. അത്തരം വിധ്വംസക പ്രവർത്തനം, തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നമുക്ക് തടയാൻ കഴിയും. പക്ഷേ ജനങ്ങൾക്ക് ധർമ്മച്യുതി ഉണ്ടായാൽ ഇതൊന്നും കൈപ്പിടി നിൽക്കില്ല. ഒരു നിയമവും അതിനെ ശരിയാക്കാൻ പോകുന്നതല്ല. ജനങ്ങളുടെ ധർമ്മബോധമാണ് പ്രധാനം. അതിന് അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെയും കൂടി പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റുമോ? കാരണം ഈ വിദ്യാർത്ഥികൾ ഇപ്പം SFI പ്രവർത്തിക്കുന്നവർ അവർക്ക് കൃത്യമായ ഒരു പാർട്ടി ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടായിരിക്കില്ലേ? പണ്ട് പരുമല പമ്പ ദേവസ്വം ബോർഡ് കോളേജിലെ 2-3 വിദ്യാർത്ഥികളെ SFI വിദ്യാർത്ഥികൾ, അത് ABVP പ്രവർത്തകരായിരുന്നു, ആക്രമിക്കുന്നു. ഇവർ ഈ പറയുന്ന ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് ഓടി വന്ന് ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഇവർ മേളിൽ നിന്ന് ഇഷ്ടിക എടുത്തെറിഞ്ഞു. ഇഷ്ടിക എറിഞ്ഞ് സത്യത്തിൽ തലയ്ക്കൊക്കെ കൊണ്ടാണ് അവന് മരിച്ചത്. അന്നത്തെ പാർട്ടി നേതാവായിരുന്നവർ പറഞ്ഞ് ഈ മരിച്ച വിദ്യാർത്ഥികളുടെ പോക്കറ്റിൽ, പാൻസിൻ്റെ പോക്കറ്റിൽ വെള്ളം കയറി മുങ്ങി മരിച്ചതാണ്. VS പറഞ്ഞത് അങ്ങനെയൊക്കെ. അപ്പോൾ അന്നും ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന SFIക്കാരെ എറിഞ്ഞു വന്നല്ല, അവരെ SFIക്കാരെ തല്ലാൻ വന്നപ്പം SFIക്കാരെല്ലാവരും കൂടെ ഓടിച്ചു. അപ്പോൾ അവർ വെള്ളത്തിൽ ചാടിയപ്പോൾ ഈ പോക്കറ്റിൽ വെള്ളം കയറിയിട്ട് പൊങ്ങി വരാൻ പറ്റാതെ കനം കൊണ്ട് താന്നുപോയി എന്ന് VS ആണ് പറഞ്ഞത്. നയനാർ പറഞ്ഞല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് നിയമസഭ പറഞ്ഞത് ഇതല്ല. ABVPക്കാരൻ മരിച്ചതിന് തനിക്കെന്താടോ എന്ന് കോൺഗ്രസ് MLA ചോദിച്ചതാണ്. ഇത് പറഞ്ഞത് VS ആണ്. അല്ല, അക്രമവാസന അന്നേ ഈ SFIയിൽ എങ്ങനെ വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് അല്ല, SFIയിലും DYFIയിലും അക്രമം ഉണ്ടല്ലോ. CPM എന്ന് പറയുന്ന ഒരു അക്രമ പാർട്ടിയാണല്ലോ. ക്രമമുള്ള പാർട്ടിയാണോ? സമൂഹത്തിൻ്റെ ശരിയായ ക്രമം പാലിക്കുന്ന പാർട്ടിയല്ലല്ലോ അത്. അക്രമം തന്നെയാണ്. അപ്പോൾ ആ അക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥി സംഘടനയിലും DYFIയിലൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം 91 രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ഇലക്ഷൻ നടന്നു. അന്ന് പാട്ടും പാടി ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന LDFൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു. വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നു. അന്ന് ഞാനൊക്കെ SFIയുടെ പ്രവർത്തകരായിട്ട് നേതാക്കന്മാരായിട്ടൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, എടോ ഇനി നിങ്ങളുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്, നമുക്ക് SFIക്കാർക്ക് വേണം ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവന്മാരെ വെറുതെ വിടരുത്, ഒരു സ്വൈര്യം കൊടുക്കരുത്, SFIക്കാരാണ് ഇനി റോൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. പണ്ടൊക്കെ SFIക്കാർ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായ ഉടനെ നമ്മുടെ സർക്കാരാണ് ഭരിക്കുന്നത്, സൂക്ഷിച്ചൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ പാർട്ടി നേതാക്കന്മാർ ഈ ഭരണം പോയ ഉടനെ തന്നെ നമ്മളോടൊക്കെ പറയുന്നത് ഇനി നിങ്ങളാണ് കളം കയ്യിലെടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ അത്തരം ആവശ്യമുള്ള സമയത്ത് അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അത് ആവശ്യമാണ്. കാരണം ഈ സ്വൈര്യം കൊടുക്കാതിരിക്കണം, കല്ലെറിയണം, ബസ് കത്തിക്കണം, ജീപ്പ് കത്തിക്കണം. ഞാനൊക്കെ ഈ കേസിലൊക്കെ പെട്ടിട്ടുണ്ട്, ഒരുപാട് കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. ആ ലാത്തി ചാർജ്, കല്ലെറിയൽ, വൈസ് ചാൻസലറുടെ വീട് ആക്രമിക്കൽ, ഇതിലെല്ലാം ഞാനൊക്കെ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പാർട്ടിക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കും പാർട്ടിക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, പാർട്ടിക്കാർക്കറിയാം ഇവന്മാർ ചെയ്തോളും, കയറൂരി വിട്ടാൽ മാത്രം മതി. അവർക്ക് സുരക്ഷിതമായിരിക്കാനുള്ള ഒളിയിടങ്ങൾ പാർട്ടി സജ്ജീകരിച്ച് കൊടുക്കും, സഹായങ്ങൾ ചെയ്തു കൊടുക്കും. റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ജയിലിലുള്ള പാർട്ടി ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അവർ വിവരം അറിയിക്കുമ്പോൾ അവർ പെട്ടെന്ന് ചെന്നിട്ട് അവർക്ക് വേണ്ട പ്രത്യേക കിടക്ക, അത് ജയിലിൽ അത് ലഭ്യമല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ജയിലിലെത്തിച്ചു കൊടുക്കും. നല്ല പായ, കിടക്ക എല്ലാം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് നല്ല ഭക്ഷണം. സാധാരണ ജയിലിലൊക്കെ ആൾക്കാരെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെല്ലുമ്പം അവിടെ ഉണ്ടായിരുന്നവർ റാഗ് ചെയ്യും, അവരുപദ്രവിക്കും, ഇവരുടെ ഭക്ഷണം അവരെടുത്ത് കഴിക്കും, അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. അതൊന്നും ഈ SFIക്കാർക്കൊന്നും ബാധകമാവില്ല. കാരണം ജയിലർമാർ, അവിടെയുള്ള ഗാർഡുമാർ ഒക്കെ ഇവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ
SFIക്കാരായിട്ടുള്ള പ്രതികൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കും. വരുന്നത് ചില്ലറക്കാരല്ല, ചുമ്മാ അതും ഇതൊക്കെ കാണിക്കരുത്, ആകെ പ്രശ്നമാവും, ഞങ്ങൾക്കും കിടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മര്യാദക്കൊക്കെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുക. അവിടെ ചെല്ലുമ്പം രാജകീയ സ്വീകരണമാണ്. പുകവലി, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം പുകവലിച്ചിട്ടുണ്ട്, ഒരു ശീലമാക്കിയതാണ്. അത് കോളേജ് വന്നപ്പോൾ ആ പരിപാടി നിർത്തി. അത് നിർത്തുക അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ അത് നിർത്തി. പക്ഷേ ഒരു കേസിൽ റിമാൻഡ് ചെയ്ത് ജയിലിൽ പോയപ്പം വീണ്ടും പരിപാടി തുടങ്ങി. കാരണം അവിടെ വേറെ പണിയൊന്നുമില്ല. എല്ലാ ദിവസവും 2-3 നേരം പാർട്ടി ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന നമ്മുടെ കൂടെയുള്ള സഖാക്കളുടെ അവരുടെയൊക്കെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ കാണാൻ വരും. ജയിലിൽ സന്ദർശനമുണ്ട്. അപ്പോൾ ആ സമയത്ത് കെട്ടുകണക്കിന് ബീഡി, തീപ്പെട്ടി അത് കൊണ്ടുവരും. ഇങ്ങനെ കെട്ടുകണക്കിനാണ് കൊണ്ടുവരുന്നത്. എന്തിനാ? ഈ ജയിലിൽ കിടക്കുന്ന 3-4 പേർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ എല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായി? കാരണം എല്ലാവരും കയ്യിലെടുത്ത് വേണം ഇരിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ്. കണ്ടോ, ഈ പിള്ളേർ വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിന് വീട് കിട്ടി, സംവിധാനങ്ങളായി. പിന്നെ ജയിലർമാരൊക്കെ ഇത്തിരി മര്യാദയ്ക്കൊക്കെ ഇടപെടും ഇവരുള്ളതുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെയോ, ഈ റിമാൻഡ് ചെയ്യപ്പെട്ടവരെ കോടതിയിൽ ഹാജരാക്കണം. ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പം ഇപ്പം കോടതി കുറ്റക്കാരെന്ന് ശിക്ഷിച്ചിട്ട് പിന്നെ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്യാപ്പിൽ റിമാൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് വിലങ്ങ് അണിയിച്ച് വേണം കൊണ്ടുചെല്ല. വിലങ്ങൊന്നും ഇടാറില്ല. നല്ല ആഘോഷമായിട്ട് പോകുന്ന വഴി വലിയ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് പോവുക. ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ കാലത്ത് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ കാണാൻ വരുമ്പം ആരെങ്കിലും വിളിക്കണോ? വിളിച്ചോളൂ, ഫോൺ എടുത്ത് തരും. അപ്പോൾ നമ്മളതിൽ ദേ ഹിലാൽ ജയിലിൽ നിന്ന് വിളിക്കുന്നു. നമ്മളെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഇങ്ങനെയൊക്കെ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുക. നമ്മൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിക്കുന്ന ഒരുപാട് കേസ് ഇപ്പോൾ വന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഇനി ഈ SFIക്ക് അല്ലെങ്കിൽ DYFIക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഈ പുതിയ കാലഘട്ടത്തിൽ? ഒരു പ്രസക്തിയില്ല. DYFIയുടെ ആശയങ്ങൾക്ക് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടല്ലോ. ഇവിടെ വിപ്ലവം ഉണ്ടാക്കി, ഇവിടെ കമ്മ്യൂണിസം നടപ്പാക്കും എന്നൊക്കെ പറയുന്നതിന് വല്ല പ്രസക്തിയുണ്ടോ? ലോകത്തിൽ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അത് അപ്രസക്തമാണ്. പിന്നെ സന്നദ്ധ സംഘടന എന്ന നിലയിൽ പൊതിച്ചോറ് കൊടുക്കാൻ പോവാം. അത് കൊടുക്കുന്നുണ്ടല്ലോ. ആ റെവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടോ അവൻ വീട്ടിൽ പോയിട്ട് ചോറുണ്ടാക്കി കെട്ടിപ്പോയി കൊണ്ടുവരുന്നതല്ല. അവിടെയുള്ള നാട്ടുകാരോട് പറയുന്നത് നാളെ രാവിലെ വരുമ്പോൾ പൊതിച്ചോറ് റെഡിയായിരിക്കണം. അയ്യോ മോനെ, എനിക്ക് നാളെ ജോലിക്ക് പോകണ്ട, അതൊന്നും പറയണ്ട, രാവിലെ പൊതിച്ചോറ് റെഡിയാക്കിയിട്ട് എവിടെയെന്ന് വെച്ചാൽ പോയാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തും നാട്ടുകാരെ. അപ്പോൾ അവർ പൊതിച്ചോറ്, ഇപ്പോൾ ചുമ്മാ പൊതിച്ചോറ് വെറുതെ ഉണ്ടാക്കാൻ പറ്റുമോ? കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ, പിന്നെ ഒരു നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടും ആളുകൾ അതുണ്ടാക്കി കൊടുക്കുമല്ലോ. അങ്ങനെ വല്ലവൻ്റെയും പൊതിച്ചോറ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അത് എന്തായാലും നല്ല കാര്യമാണ്. കൊടുക്കുന്ന പൊതിച്ചോറാണല്ലോ, കഞ്ചാവല്ലല്ലോ. നാട്ടുകാർക്കൊക്കെ ചോറ് കൊടുക്കുകയല്ലേ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ പറ്റും. അതിന് DYFI ആണോന്നില്ല, ഇവിടെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. DYFI ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ DYFIക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ CPMനുണ്ടായ പോലെ ഒരു ഇടിവ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലായ്മ ഈ പറയുന്ന യൂത്തിന് DYFIയോടും SFIയോടും, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ SFIയോടും ഇല്ല എന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ല, അതെന്തിനാണെന്നേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്? ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുമായിട്ട് നടക്കുമോ? പിന്നെ ആർക്കാണിത് ആവശ്യം? അത്യാവശ്യം തരികിട കൊള്ളരുതായ്മകൾ ഒക്കെ കാണിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നാട്ടുകാർ കയറി കൈവെക്കരുത്, അല്ലെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പം ഇറക്കിക്കൊണ്ട് വരണം. അതിനൊക്കെ ഇവരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ അതിനുവേണ്ടി അവരെ ആശ്രയിക്കുമ്പം അടുത്ത ആഴ്ച സമ്മേളനമാണ്, വന്നേക്കണം എന്ന സമ്മേളനത്തിന് അവൻ ചെന്നിട്ട് പറയും, ഈ സഖാക്കൾ എനിക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടതായിരുന്നു, ഇവർ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് പുകഴ്ത്തുമ്പോൾ എല്ലാവർക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് സെക്രട്ടറി ആക്കും, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആക്കും. പിന്നെ അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്.
പിന്നെ പണ്ടത്തെ പോലെ വെറുതെ പണിയെടുക്കുകയല്ല, അതുകൊണ്ടുള്ള ഗുണമുണ്ടാവും. പിന്നെയും ഇവർക്ക് ഇതുപോലുള്ള കാര്യമുണ്ടെങ്കിൽ പിന്നെ DYFIയുടെ നേതാക്കളല്ലേ, പിന്നെ പാർട്ടി പുറകെ വരാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് വർദ്ധിത വീര്യത്തോടു കൂടി ഈ കൊള്ളരുതായ്മകളുടെ ആളുകളായിട്ട് ഇവരങ്ങ് മാറുകയാണ്. അങ്ങനെ ഉള്ള കുറേ പേരുണ്ട്. അല്ലാതെ ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാക്കണം, സോഷ്യലിസ്റ്റ് പതാക വാഹകരായി യുവത്വത്തെ അണിനിരത്തണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു യുവാക്കൾ യുവതികളോ ഈ സംഘടനയുടെ കൊടിയായിട്ട് നടക്കുമോ? അത് നടക്കില്ലല്ലോ. ഇല്ല. അതിനൊന്നും ആ സംഘടന എന്ന നിലയിൽ അതിന് പ്രസക്തിയില്ല. ഇവിടെ ധാരാളം NGOs ഉണ്ട് സന്നദ്ധ പ്രവർത്തനത്തിന്. അതുപോലെ ഒന്നായിട്ട് DYFIക്ക് പ്രവർത്തിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെയൊക്കെ പ്രസക്തി ഇപ്പോഴും ഉണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പം ഈ SFIയുടെ കോട്ടയം ജില്ലയിലെ മുൻ പ്രസിഡൻ്റായിരുന്ന ഹിലാലിൻ്റെ ഈ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ. ഈ പറയുന്ന യുവജനങ്ങളുടെ സംഘടന നിലയിൽ DYFIക്കും ഇനി വലിയ പ്രസക്തിയൊന്നും ഇല്ലെന്ന് പറയുന്നു. എന്തായാലും അതൊക്കെ ഇത് കാണുന്ന ABCയുടെ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. ഇത് ബാക്കിയുള്ളവരിലേക്കൊക്കെ പങ്കുവെച്ച് പോകും നമ്മുടെ വീഡിയോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരൊക്കെ തന്നെ കണ്ടിട്ട് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ അവരെങ്ങനെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കണോ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ, അല്ലേ? അല്ലാതെ വിദ്യാർത്ഥി സംഘടനയിൽ ചിലപ്പോൾ വിടാൻ വീട്ടുകാർ തന്നെ നിർബന്ധിതരാകും. കാരണം ഇപ്പോൾ കുറേ തലതെറിച്ച പിള്ളേരുണ്ടല്ലോ, അവർ വീട്ടുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പാർട്ടിക്കാർക്ക് ചിലപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കും കേട്ടോ, എന്നെ കാണിച്ചു തരാം, നീ പോലീസ് പെട്ട് കഴിയുമ്പം നീ ആരാ നിന്നെ വന്ന് ഇറക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ വീട്ടുകാർ ആ കൊള്ളാമല്ലോ, ഇവരുള്ളത് കൊണ്ട് കുറേ ഗുണമുണ്ട് എന്ന് കരുതി നിർത്താറുണ്ട്. അങ്ങനെയൊക്കെ ഗുണമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ആയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.